നോമ്പ് സ്പെഷ്യലായിട്ടുള്ള പഴത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ വറുത്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ 1 കപ്പ് ശർക്കര ഉരുക്കിയത് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ്പ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം. കയ്യിലൊട്ടുന്ന പരുവത്തിൽ കുറച്ച് കട്ടിയായിട്ടാണ് ഈ മിക്സ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു മാവ് റെഡിയാക്കണം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഏലക്കായ്പ്പൊടി ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 3/4 കപ്പ് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടിയായിട്ടുള്ളൊരു മാവ് റെഡിയാക്കണം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച പഴം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് അതിന് നടുഭാഗത്താണ് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഇത് ഡിപ്പ് ചെയ്തിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സാധാരണ പഴംപൊരി ചെയ്യുന്നത് പോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളിതിൽ ഫില്ലിംഗ് എല്ലാം കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഫസ്റ്റ് മാവ് റെഡിയാക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ റെഡിയാക്കണം. അതുപോലെ നമ്മൾ എണ്ണേൻ്റെ ആ ചൂടെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് പൊട്ടിപ്പോയാൽ ഓയിൽ ഫുള്ളായിട്ട് മോശമായി പോവും, കറുപ്പ് കളറായി പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഓയിലിൽ നിന്ന് എടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്താൽ മതി. നമ്മൾ സാധാരണ പഴംപൊരിയെല്ലാം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷേ ടേസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം കുറേ ഒരു വ്യത്യാസത്തോടു കൂടി തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു സ്നാക്കാണ്. ഈ നോമ്പിന് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.